ആരവ്, നീ എവിടെയാ? നീ ഇനി ഇവിടെ വരാതിരിക്കോ? മഴമേഘം പോലെ ആശകൾ മഴയായി പെയ്തു നിറയുമോ? വൃന്ദേ, ഞാൻ പെട്ടെന്ന് നമ്മുടെ ആരവിനെ കുറിച്ച് ഓർത്തു. എന്താണെന്നറിയില്ല, അവനെ പറ്റി ഓർത്തപ്പോ പെട്ടെന്ന് സങ്കടം വന്നു. ഞാനും അവന്റെ കാര്യം ഓർത്ത്. പാവം എവിടെ കഴിഞ്ഞുകൂടുന്നു എന്ന് പോലും അറിയില്ല. ഇവിടെ അവൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പൊ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആർക്കറിയാം? ആരവ്, നീ ഇങ്ങോട്ട് വരാതിരിക്കോ? എനിക്കറിയില്ല. പക്ഷേ അവൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ എങ്ങനെ കഴിയും? എടീ, ആരവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവും ഇല്ല. നമ്മൾ ആരവനെ പറ്റി ആരോട് പോയി അന്വേഷിക്കും? എപ്പോഴെങ്കിലും അവന് നമ്മുടെ മുന്നിലെത്തണമെന്ന് തോന്നുമ്പോ അവൻ വരും. അല്ലാതെ നമുക്ക് അവനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവനെക്കുറിച്ച് ഓർക്കാൻ അവൻ നമുക്കായിട്ട് തന്നിട്ട് പോയത് ഇതാണല്ലോ, ഈ പാവക്കുട്ടൻ. എടാ, നമ്മുടെ ആരവ് എവിടാന്ന് നിനക്കറിയാമോ? നിന്നെ ഞങ്ങൾക്ക് കിട്ടാൻ കാരണം ആരവല്ലേ? എന്നിട്ട് ആരവ് എങ്ങോട്ട് പോയെന്ന് നിനക്കും അറിയില്ലേ? ഈ പാവക്കുട്ടന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ ആരവ് എവിടെ പോയെന്ന് ഇവൻ പറഞ്ഞു തന്നേന്. നമുക്കേ ഈ പാവക്കുട്ടനൊരു പേരിട്ടാലോ? ഇതിന് നമുക്കൊരു പേരിടണം. എന്ത് പേരിടും? റോക്കി നിട്ടാലോ? ഏയ്, അത് വേണ്ട. അത് കുറച്ച് മോഡേൺ ആയിപ്പോയി. ഞാനൊരു അടിപൊളി പേര് പറയാം, ഗുണ്ടു. അത് വേണ്ട. ഇവനെ നിന്നെ പോലെ ഫുഡിയല്ല. ഇവനെ കണ്ട ഒരു ഗുണ്ട് ലുക്കില്ലേ? വേണ്ട വേണ്ട, ആ പേരൊന്നും വേണ്ട. റോമിയോ ഒന്നായാലോ? നിനക്കിപ്പോ റോമിയെ പറ്റി ചിന്ത വന്ന എന്താ? ഏതെങ്കിലും റോമിയോ നിന്റെ മനസ്സിൽ കയറി കൂടിയോ? പാവയ്ക്കൊരു പേരിടാനും പറ്റില്ലേ? ഞാൻ വേറൊരു പേര് പറയാം. വേണ്ട വേണ്ട, നീ പേരിട്ടാലേ ഈ പാവക്കുട്ടൻ ഇറങ്ങി ഓടും. എന്നാലും നമ്മൾ ഇവൻ എന്ത് പേരിടും? നല്ല ഓമനത്തുള്ളൊരു പേര് വേണം. കൂട്ടുകാരെ, പേരിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ തർക്കിക്കാതെ നിങ്ങൾക്കൊരു പേര് കിട്ടിയ പോരെ? ആ പേര് ഞാൻ പറയാം, കുട്ടൂസ്. കുട്ടൂസ് പേര് കിട്ടി. കുട്ടൂസ്. കുട്ടൂസ്, ആ പേര് കൊള്ളാം. ആ പേര് സൂപ്പർ. ഈ പാവക്കുട്ടനെ ചേരുന്നൊരു പേര് തന്നെയാ, കുട്ടൂസ്. അപ്പൊ ഇവന് ആ പേരിടാം, കുട്ടൂസ്. കുട്ടൂസേ, നിനക്ക് ബിസ്ക്കറ്റ് വേണോ? ആ വേണം. കുട്ടൂസിനെ കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ കഴിക്കാം. കുട്ടൂസിന്റെ ബിസ്ക്കറ്റ് നിനക്ക് തരില്ല. എനിക്ക് വേണ്ടായേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കുട്ടൂസ് നല്ല പേരല്ലേ? നല്ല പേര്. അപ്പോ കുട്ടൂസ് അവിടെ ഇരിക്കട്ടെ അല്ലേ? വാ. കിരണേ, വൃന്ദ, അനന്യ മേക്കിങ് വന്നേ, പെട്ടെന്ന് വാ. ഇന്ന് രാവിലെ ഏതെങ്കിലും പത്രം അന്തരീക്ഷത്തിലൂടെ നടന്നു പോവോ? ഇന്നിനി കാണുന്നത് പത്രം പറന്നു പോകുന്നതാണോ അതോ പാൽക്കാരന്റെ പാത്രം പറന്നു പോണതാണോ? എന്റെ കർത്താവേ, ഇതൊന്നും എന്റെ കണ്ണി കാണിക്കില്ലേ.
ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ആരോ ഉപയോഗിച്ചതുപോലെ ഉണ്ടല്ലോ. അതിനിത് ആരുപയോഗിക്കാനാ? ഇതാരാ ഉപയോഗിച്ചെന്ന് അറിയണമല്ലോ. എന്റെ കൂട്ടുകാരെ, ഞാനൊന്ന് കിടന്നുറങ്ങിയതാ. നിങ്ങൾ ഇതിന് പ്രശ്നമാക്കല്ലേ, എങ്കിൽ എനിക്ക് ഇതിനകത്ത് വരാൻ കഴിയാതാവും. എനിക്കും അതാ അറിയണ്ടേ. ഈ ബെഡ്ഷീറ്റ് ഇന്നലെ മടക്കി ഭദ്രമാക്കി ഇവിടെ ഇട്ടതാ. ഇവിടെ കിടന്ന ഈ ബെഡ്ഷീറ്റ് ഈ അവസ്ഥയിൽ കാണണമെങ്കിൽ ഇതാരും ഉപയോഗിച്ചതാ. ഇത് ആരവിന്റെ ബെഡാ. അവൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ആരാ ഇവിടെ വന്ന് കിടന്നത്? ഞാൻ ഈ വണ്ടി കിടന്നിട്ടില്ല. ഈ ബെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ടും ഇല്ല. ഞാനും കിടന്നിട്ടില്ല. ആരവ് ഇവിടെ ഉള്ളപ്പോ പോലും ഞാൻ ഇവിടെ തനിച്ചു വന്നിട്ടില്ല. പിന്നെയാണോ അവൻ ഇല്ലാത്തപ്പോ? ആരോ ഉള്ളപ്പോ നീ വന്നിട്ടില്ല, ഇല്ലാത്തപ്പോ വരാലോ. അത് നിന്റെ സ്വഭാവമാ. എനിക്ക് നിന്നെയാ സംശയം. എന്നെ സംശയിച്ചാ പോരാ, നീ തെളിയിക്കടി. ഊഫ്, ഇതിന്റെ പേരിൽ ഇനി നിങ്ങൾ അടികൂടുകയാണോ? എന്നാ ഇത് തെളിയിക്കണം. കിരണേ, നീയാണോ? ഞാനോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അനുവോ വൃന്ദയോ ആയിരിക്കും. കിരണേ, ഞാൻ ചെയ്യാത്ത കാര്യം പറയരുത്. ഞാനിവിടെ ഒന്ന് പുതപ്പ് മൂടി കിടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അപ്പൊ പിന്നെ വൃന്ദയായിരിക്കും. ഞാനിവിടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിലേ അക്കാര്യം നിങ്ങളോട് ഒളിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതാരാണെങ്കിലും കണ്ടുപിടിച്ച പറ്റൂ. ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് എന്റെ ആവശ്യമൊന്നും. ഇവിടെ എന്താ രാവിലെ പ്രശ്നം? 5 സുന്ദരികൾ തമ്മിൽ അടിയായ? ഈ പുതപ്പ് ആരെങ്കിലും ഉപയോഗിക്കാതെ ഈ അവസ്ഥയിലാവില്ല. മടക്കിയിട്ടിരുന്ന പുതപ്പേ എങ്ങനെ ഈ സ്ഥിതിയിലായെന്ന് എനിക്കറിയണം. ഇവിടെയും പ്രശ്നം. ആരാ വന്നെന്ന് തോന്നുന്നു. അവനോട് എന്നെ ചോദിക്കാം. ഇവിടെ എന്താ ഒരു ബഹളം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ നിങ്ങള് തമ്മിലൊരു തർക്കം? ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല. ഇവിടെ വല്ല അദൃശ്യ സാന്നിധ്യം ഉണ്ടോ? ഒരു പുതപ്പിനെ പറ്റിയാണല്ലോ. എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒരു പുതപ്പിന്റെ കാര്യം സംസാരിച്ചതാ. ആ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. നിങ്ങൾ മടക്കി ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു പുതപ്പ് ആരോ എടുത്ത് ചുരുട്ടിക്കൂട്ടി ബെഡിലിട്ടു. അതല്ലേ നടന്നത്? ഇവര് പുറത്തുനിന്നെല്ലാം ഒളിഞ്ഞു കേട്ടോ. ഒളിച്ചു കേട്ടെന്ന് തോന്നുന്നു. അതെ, ഇത് തന്നെയാണ് സംഗതി. നിങ്ങൾ എനിക്കൊരു കമ്പിളി പുതപ്പ് തന്നില്ലേ? ആ പുതപ്പ് മടക്കി പെട്ടി വെച്ചാലും ഇതുപോലെ ബെഡി കിടക്കും. ചിലപ്പോ ഒരുത്തനത് പൊതച്ചു നിക്കണ പോലെ തോന്നും.